ഹായ് വെൽക്കം ബാക്ക് മലപ്പുറം മൂന്നാർ ഉല്ലാസയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ ശനിയാഴ്ചയും രാവിലെ കാലത്ത് 4 മണിക്ക് പുറപ്പെട്ട് ഏകദേശം 8 മണിയോടുകൂടി മൂന്നാർ KSRTC ഡിപ്പോയിൽ എത്തുന്ന രീതിയിലാണ് ഈ ട്രിപ്പ് അറേഞ്ച് ചെയ്തത്. മധുരമുള്ള അനുഭവങ്ങൾ പകരുന്ന ആനവണ്ടി നിങ്ങൾക്കിതാ സമർപ്പിക്കുന്നു മലപ്പുറം ഉല്ലാസയാത്ര. ഈ യാത്രയ്ക്ക് തുടക്കം കുറിച്ചത് മലപ്പുറം ഡിപ്പോയിൽ നിന്നുമാണ് ബജറ്റ് ടൂറിസം എന്ന ഈ പ്രസ്ഥാനത്തിന്. ഇതിന് നേതൃത്വം നൽകിയ വ്യക്തികൾ ശ്രീ ജോഷി സാർ അവർകളാണ്. അദ്ദേഹത്തോടൊപ്പം അന്നത്തെ കോർഡിനേറ്ററായ ശ്രീ പ്രദീപേട്ടൻ, റഷീദക്ക ഇവരൊക്കെയാണ് ഇതിന് നേതൃത്വം നൽകിയത്. തുടക്കം ഒരു AC ബസ്സിൽ നിന്നായിരുന്നു അത്രേ. പിന്നീടുള്ള യാത്രയായിരുന്നു ഇതിൻ്റെ ജൈത്രയാത്രയായി മാറിയത്. ആദ്യം AC ബസ്സായിരുന്നു, പിന്നീട് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളാണ്. എന്നെ ഏറെ ആകർഷിച്ചത് ഇതിൻ്റെ ഒരു പാലത്തിനടിയിലൂടെ പോകുന്ന ഒരു യാത്രയാണ്. പാലത്തിനടിയിലൂടെ ഒരു ബസ് വെള്ളത്തിലൂടെ അങ്ങനെ പോകുന്ന ഒരു രംഗമുണ്ട്. അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്. ഏത് ആളുകളും ആകർഷിച്ച ഒന്നായിരുന്നു ആ യാത്ര. അങ്ങനെ ഫസ്റ്റ് ഡേ നമ്മൾ പ്രാർത്ഥനയ്ക്കുള്ള സൗകര്യം കൂടി ഈ ബസ്സിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 5:20 നമ്മൾ എടപ്പാളിലെത്തിയാൽ അവിടെ നിസ്കാരത്തിന് ഒരു 15 മിനിറ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തിട്ടാണ് ഈ ബസ് മുന്നോട്ട് നീങ്ങുന്നത്. 7:30 മണിക്ക് ചാലക്കുടി വീനസ് ഹോട്ടലിൽ നിന്നും പ്രഭാത ഭക്ഷണം. അത് കഴിഞ്ഞ് 9:30 മണിക്ക് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലെത്തും. ഒരു അരമണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യും. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് കാനനങ്ങളിലൂടെയുള്ള യാത്രയാണ്. പുലിമുരുകൻ്റെ ലൊക്കേഷൻ നടന്ന സ്ഥലമുണ്ട്, അതിലൂടെയുള്ള യാത്രയാണ് ഏറെ വൈബ് നിറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സ്കൂളുണ്ട്. അതാണ് പിന്നീട് ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ്സ്, മാമലക്കണ്ട സ്കൂൾ. അതിൻ്റെ പുറകിലൊരു വെള്ളച്ചാട്ടമുണ്ട്. അത് ഏറെ ആളുകളെ ആകർഷിക്കുന്ന സ്കൂളിൻ്റെ കവാടവും ആ വെള്ളച്ചാട്ടവും ഒരു പ്രത്യേക വൈബ് തന്നെയായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് അടിമാലിയിലാണ് എത്തുന്നത്. അടിമാലിയിൽ ഉച്ചഭക്ഷണം, നല്ലൊരു ഉച്ചഭക്ഷണം ഉണ്ടായിരിക്കും. അത് KSRTCയുടെ വകയാണ്. അതിന് പ്രത്യേകിച്ച് ക്യാഷൊന്നും ആരും കൊടുക്കേണ്ടതില്ല. അത് KSRTCയുടെ വകയാണ്. അപ്പോൾ ടിക്കറ്റ് നിരക്ക് ഇതിൻ്റെ 1680 രൂപയാണ് 2 ഡേക്ക്. അതിൽ AC സ്ലീപ്പറിൽ ഉറങ്ങാനുള്ള സൗകര്യം വരെ ഈ ബസ്സിലുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ആനക്കുളം എന്ന സ്ഥലത്തേക്കാണ് പോകുക. ആനകൾ കൂട്ടത്തോടെ വെള്ളം കുടിക്കാൻ വരുന്ന ഒരു സ്ഥലമാണ് ആനക്കുളം. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഏറ്റവും വൈബായ മറ്റൊരു സ്ഥലമുണ്ട്, ലക്ഷ്മി എസ്റ്റേറ്റ്. പ്രകൃതി രമണീയമായ നമ്മുടെ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള തേയിലത്തോട്ടങ്ങളാണ് മൂന്നാറിന് ഏറ്റവും അധികം ഭംഗി കൂട്ടി തരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടായിരിക്കും. പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും 3 ആറുകളായ മുതിരപ്പുഴ, നെല്ലന്തണ്ണി, കുണ്ടള എന്നീ 3 നദികൾ സംഗമിച്ച സ്ഥലമാണ് ഈ മൂന്നാർ എന്ന് പറയുന്നത്. പണ്ട് വിദേശ സഞ്ചാരികൾ മൂന്നാറിനെ തീർത്ഥാടന കേന്ദ്രമാക്കി കാണാൻ ശ്രമിച്ചതും ഇത് തന്നെയാണ്. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി പൂക്കൾ മൂന്നാറിൻ്റെ മറ്റൊരു പ്രകൃതി മനോഹരം. അപ്പം ഈ ചെറുപട്ടണങ്ങൾ, മൂന്നാറിലെ ചെറുപട്ടണങ്ങൾ, ഇതെല്ലാം വിദേശീയരെ അങ്ങ് സ്വീകരിച്ചു. പിന്നെ ഇതിനെ തെക്കിൻ്റെ കാശ്മീർ എന്നും അറിയപ്പെടുന്നുണ്ട് ഈ മൂന്നാറിന്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വൈബ് യാത്രയാണ് മലപ്പുറം ഡിപ്പോ ബജറ്റ് ടൂറിസം ഒരുക്കി തരുന്നത്. ഇതിന് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നത് രജിസ്ട്രായ ശ്രീ ജോഷി സാർ, ഡിസ്ട്രിക്ട് കോർഡിനേറ്ററായ ശ്രീ ഷിജിൽ സാർ, യൂണിറ്റ് കോർഡിനേറ്ററായ ശ്രീ യൂസഫ് ഖാ, ഇപ്പം ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരു വൈബ് നിറഞ്ഞ യാത്രയാണ് മലപ്പുറം മൂന്നാർ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് സ്ത്രീകൾക്കും മുതിർന്നവർക്കും ഒക്കെ ഏത് സമയത്തും പ്രായഭേദമന്യേ ആരെയും ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് വരുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഗൈഡായിട്ടും ഡ്രൈവറായിട്ടും കണ്ടക്ടറായിട്ടും ശ്രീ ബിജു ആൻഡ് ഇബ്രാഹിം എല്ലാവരുടെയും മനസ്സിൽ കടന്നുകൂടിയത്. അവർ അത്രയും നല്ല ഭംഗിയായിട്ടാണ് ഈ ട്രിപ്പ് കൊണ്ടുപോകുന്നത്. എല്ലാ സ്ഥലങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു യാത്രയാണ് ഇവർ സമ്മാനിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ കോമ്പിനേഷനെ കുറിച്ചിട്ട് എല്ലാവർക്കും നല്ലൊരു അഭിപ്രായങ്ങളൊക്കെയാണ്. അങ്ങനെ ലക്ഷ്മി എസ്റ്റേറ്റ് പറഞ്ഞ ഈ മധുരമനോഹരമായ പ്രകൃതി രമണീയമായ തേയിലത്തോട്ടങ്ങൾ കണ്ട് വഹിച്ചതിന് ശേഷം നമ്മൾ പോകുന്നത് അന്നത്തെ ദിവസത്തെ ലാസ്റ്റ് വൺ, നമ്മൾ ബൊട്ടോണിക്കൽ ഗാർഡൻ എന്ന അതിമനോഹരമായ ഒരു ഗാർഡനിൽ പൂക്കളും ഫ്ലവർ ഷോയും ഗാനമേളയും വാട്ടർ ഡാൻസും, ഈവൻ നമുക്കൊരു ഡാൻസൊക്കെ ചെയ്യണം തോന്നിയാൽ നമുക്കും ഒരു കൈ നോക്കാം. എല്ലാവരുടെയും കൂട്ടത്തിൽ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഗവൺമെൻറ് ബൊട്ടോണിക്കൽ ഗാർഡനിലെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഉറങ്ങാനുള്ള സമയമാണ് രാത്രി. അത് സ്റ്റേ ചെയ്യുന്ന KSRTCയുടെ അതിമനോഹരമായ AC സ്ലീപ്പർ എന്ന ബസ്സുണ്ട്. അതിലുള്ള ഒരു സ്റ്റേ ഒരു പ്രത്യേക അനുഭവമാണ്. അതിലുള്ള യാത്രയും ഉറക്കവും എല്ലാം. കാരണം സ്ത്രീകൾക്ക് ഡ്രസ്സ് മാറാൻ വരെയുള്ള സൗകര്യം ആ ബസ്സിനകത്തുണ്ട്. അപ്പോൾ അതും അതിൻ്റെ ഒരു വൈബാണ്.
അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒറ്റയ്ക്ക് വരാൻ വരെ പറ്റിയ ഒരു അന്തരീക്ഷത്തിലാണ് ബജറ്റ് ടൂറിസം എന്ന മലപ്പുറം ഡിപ്പോ ഇതിനെ ഒരുക്കിയത്. ഇന്നിപ്പം 800-ൽ പരം യാത്ര നടത്തി മലപ്പുറം അതിൻ്റെ ജൈത്രയാത്ര തുടങ്ങിയിരിക്കുകയാണ്. പിന്നെ പിൽക്കാലത്താണ് മറ്റുള്ള ഡിപ്പോയൊക്കെ ഇതിൻ്റെ ഇത് കണ്ടിട്ട് മറ്റുള്ള ഡിപ്പോയും ആരംഭിച്ചു. അങ്ങനെ രാത്രി 8 മണിക്ക് മൂന്നാർ KSRTC ഡിപ്പോയിൽ എത്തി അവിടെ ഉറങ്ങി ഒരു ദിവസം മുഴുവനായിട്ട് ഉറങ്ങി പിറ്റേ ദിവസം ആണ് ഇതിൻ്റെ രണ്ടാം യാത്ര ആരംഭിക്കുന്നത്. സ്റ്റോപ്പ് ചെയ്യാണ് ഇവിടെ ഇന്നത്തെ യാത്ര.